ഹായ് ഡിയർ, ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ സാഫ് സഫായി മേം അവൽ ഖാവ് എന്ന ലേഖനത്തിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിനോങ് ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാഫ് സഫായി മേം അവൽ ഖാവ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. मान ले मावलिनों गाँव में पर्यटक आते हैं, वहाँ सूचना पट है, वह कैसा होगा. മാവ്ലിനോങ് ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, ഒരു ഇൻഫർമേഷൻ ബോർഡ് ഉണ്ട്. അത് എങ്ങനെയുള്ളതായിരിക്കും അല്ലേ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അവിടെ ആ ഗ്രാമം കാണാൻ വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇൻഫർമേഷൻ, ഒരു നോട്ടീസ് ബോർഡ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സൂചനാ പട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ബോർഡാണ് കേട്ടോ. സൈൻ ബോർഡ്, ഇൻഫർമേഷൻ ബോർഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ ഒരു ഗ്രാമത്തിൽ എന്താണ്, പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം. ആ ഒരു നോട്ടീസ് ബോർഡിൽ, ഇൻഫർമേഷൻ ബോർഡിൽ നമുക്ക് എന്ത് എഴുതാം? യഹാം പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹേ. ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, യഹാ പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹേ അല്ലേ. മാവ്ലിനോങ് ഗ്രാമത്തിൽ എഴുതാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സെൻറ്റൻസ് ആണ് അല്ലേ. ഓക്കെ, ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പുനർചക്രൺ സെ പ്രകൃതി കാ ബോझ കം ഹോ ജാത്താ ഹെ, ചർച്ച കർക്കെ പുനർചക്രൺ സെ കി സൂചി തയ്യാർ കരെ. റീസൈക്ലിംഗ് കൊണ്ട് പ്രകൃതിയുടെ ഭാരം കുറഞ്ഞു പോകുന്നുണ്ട്. ചർച്ച ചെയ്ത് റീസൈക്ലിങ്ങിൻ്റെ ഒരു ടേബിൾ തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കൂടെ കച്ചറോംസെ, മാലിന്യങ്ങളിൽ നിന്ന് ചപ്പുചവറുകൾ കൊണ്ട് നമുക്ക് എന്താക്കാം? ഖാദ്, അത് നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇസ്തേമാൽ കിയേ ഗയെ പ്ലാസ്റ്റിക് സെ, ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? അവിടെ നമ്മൾ എഴുതാനാണ് അല്ലേ. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും റീസൈക്ലിംഗ് ചെയ്തിട്ട് എന്താക്കാം? നയാ പ്ലാസ്റ്റിക്, ഒരു പുതിയ പ്ലാസ്റ്റിക് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി അവിടെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ എഴുതി കൊടുക്കണം. കാഗസ് സെ, പേപ്പർ കൊണ്ട് നമുക്ക് കാഗസ് കി ഫൂൽ ജൈസെ, പേപ്പർ ഫൂല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പേപ്പർ ഫ്ലവേഴ്സ് പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ സെ, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് എന്താക്കാം? പൗദേക്ക ഗംല, നമുക്കത് റീസൈക്ലിംഗ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ പോട്ടാക്കി മാറ്റാം. പൗദേക്ക ഗംല എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ചെടീൻ്റെ ചട്ടി ഉണ്ടാവും അല്ലേ, അത്. സൂഖേ പത്തേ സെ, ഉണങ്ങിയ ഇലകൾ കൊണ്ട് ഖാദ്, അത് നമുക്ക് എന്ത് ചെയ്യാം? വളമാക്കിയിട്ട് യൂസ് ചെയ്യാം. ഖാദ്യ അപശിഷ്ട് സെ, നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് റീസൈക്ലിംഗ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, മാറ്റിയെടുക്കാൻ പറ്റുന്ന ലിസ്റ്റ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. സാർദ്രക് വാക്യ ബനായേ, നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥമുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റണം. ഇവിടെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് വായിക്കാനോ ഒന്ന് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല, ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ ഓരോ സെൻറ്റൻസും കറക്റ്റ് ആക്കിയിട്ട് സ്പേസിലടുത്ത് സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, നമുക്കിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതുണ്ട് അല്ലേ. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, ക്ലീനിങ് അല്ലേ, ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അടുത്ത സെൻറ്റൻസ്, ഇതും ചെരിഞ്ഞും വളഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല, നമ്മളിത് മീനിങ് ഫുൾ ആക്കണം. സ്വച്ഛ് നഹീം രഹേങ്കെ തോ സ്വസ്ഥ് നഹീം ഹോങ്കെ, സ്വച്ഛ് നഹീം രഹേങ്കെ, ശുചിത്വമില്ലെങ്കിൽ സ്വസ്ഥ് നഹീം ഹോങ്കെ, ആരോഗ്യമുണ്ടാകില്ല. ശുചിത്വമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകില്ല. അടുത്തത് വേറെ സെൻറ്റൻസ് ആണ്. ഇതിന് നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കണം. തെൻ ഹോ യാ മൻ സഫായി ജരൂരി ഹേ, മനസ്സായാലും ശരീരമായാലും ശുചിത്വം ആവശ്യമാണ്. ഓക്കെ, ഇത് മിസ് ഇവിടെ ക്ലിയർ ആക്കി എഴുതിയത് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെയാണ് എഴുതേണ്ടത്. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, ക്ലീനിങ് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വച്ഛ് നഹീം രഹേങ്കെ തോ സ്വസ്ഥ് നഹീ ഹോങ്കെ, ശുചിത്വമില്ലെങ്കിൽ ആരോഗ്യമുണ്ടാകില്ല. തെൻ ഹോ യാ മൻ സഫായി ജരൂരി ഹേ, ശരീരമായാലും മനസ്സായാലും ക്ലീനിങ് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ തേർഡ് ആക്ടിവിറ്റി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നാരാഗീത് കോ ആകെ ബഡായേ, മുദ്രാഗീതം എഴുതാനാണ്. ഇവിടെ ഒരു മുദ്രാഗീതം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ഇതേപോലത്തെ വേറൊരു മുദ്രാഗീതം എഴുതാനാണ്. ഓക്കെ,
സ്വച്ഛ് രഹോ തും സ്വസ്ഥ് ബനോ, വൃത്തിയായി തുടരുക, നീ ആരോഗ്യവാനായിരിക്കുക. പ്രകൃതിക്കോ തും അപ്നാലോ, പ്രകൃതിയെ ആശ്ലേഷിക്കുക, പ്രകൃതിയെ നീ സ്വന്തമാക്കുക. ഹരിയാലി കാ ഗീത് രജോ തും, പച്ചപ്പിൻ്റെ പാട്ട് പാടുക നീ. ശുദ്ധ ഹവാക്കോ അപ്നാലോ, ശുദ്ധവായു നീ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു നാരാഗീത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാരാഗീതം എഴുതാം. നാരാഗീത്. ലഗാവോ ലഗാവോ പേട് ലഗാവോ, നടു നടു മരം നടു. അപ്നാ ജീവൻ ബച്ചാവോ, തൻ്റെ ജീവൻ സംരക്ഷിക്കൂ. ധർത്തി ബച്ചാവോ, ഭൂമിയെ സംരക്ഷിക്കൂ. സബ് ജീവോം കോ ബച്ചാവോ, എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാരാഗീതാണ് കേട്ടോ. നമ്മൾ മരം നടാനും നമ്മുടെ ജീവൻ രക്ഷിക്കാനും നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനും എല്ലാ ജീവജാലങ്ങളെ രക്ഷിക്കാനും എന്നൊക്കെ പറയുന്ന നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നാരാഗീതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സന്ദേശ് വാക്യ ജോഡ്കർ പര്യാവരൺ പർ പോസ്റ്റർ ഡിജിറ്റൽ പോസ്റ്റർ ബനായേ, സന്ദേശവാക്യം ചേർത്തിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ, ഒരു ഡിജിറ്റൽ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ക്ലിയറിലൊരു ബോക്സൊക്കെ വരച്ചിട്ട് ഒരു സെൻറ്റൻസ്, നല്ലൊരു സന്ദേശം കൊടുക്കുക, നല്ലൊരു പിക്ചറും കൊടുക്കുക. ഓക്കെ, ഇത്ര നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 3 കാര്യങ്ങൾ വേണം. ഒരു ഫ്രെയിം വരക്കണം, ഒരു സന്ദേശവാക്യം കൊടുക്കണം, പിന്നെ പിക്ചറും വരക്കണം. ആ ഒരു സന്ദേശവാക്യവുമായി ബന്ധപ്പെട്ട പിക്ചറും വരക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 സന്ദേശവാക്യം കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. പേട് ലഗാവോ ധർത്തി ബച്ചാവോ, മരം നടു, ഭൂമിയെ സംരക്ഷിക്കൂ. പര്യാവരൺ കി രക്ഷ ദുനിയാ കി സുരക്ഷ, പരിസ്ഥിതിയുടെ രക്ഷ ലോകത്തിൻ്റെ സുരക്ഷ. പ്രകൃതി സംരക്ഷൺ ഹമാരാ ദായിത്വ ഹേ, പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് ഏറ്റവും സിമ്പിളായ ഏതെങ്കിലും സന്ദേശവാക്യം പഠിച്ചു വെക്കുക. പിന്നെ പിക്ചർ കൊടുക്കാൻ മറക്കരുത്. പിന്നെ പോസ്റ്ററിൻ്റെ ഫ്രെയിമും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കാൻ 3 കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫ്രെയിം, ഒന്ന് സന്ദേശവാക്യം, ഒന്ന് പിക്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഓക്കെ, ബൈ.